ഈ ബോട്ട് ജെട്ടിയിലുണ്ടായിരുന്ന പുസ്തകക്കടയിലായിരുന്നു എഴുത്തു സുൽത്താന്റെ കസേരയിലേക്കുള്ള യാത്രക്കിടയിൽ ബഷീർ ഏറെ നാളിരുന്നത്. ആ ജീവിതത്തിലെ നിർണായക മുഹൂർത്തങ്ങൾക്ക് ഈ നാടും വഴികളും സാക്ഷിയായി. വീട് വിട്ടാൽ മറ്റൊരു വീടായിരുന്നു ബഷീറിന് ഇവിടം. വിമോചന സമരം ചൂടുപിടിച്ച 1957 കോഴിക്കോട്ടേക്ക് വണ്ടി കയറും വരെ ബഷീറിന്റെ എഴുത്തിനും ജീവിതത്തിനും കൊച്ചി അരങ്ങായി. ബോട്ടുജെട്ടിയിലും പരിസരങ്ങളിലുമായി അദ്ദേഹം നടത്തിയ പുസ്തകക്കടകൾ സൗഹൃദങ്ങളുടെയും ചർച്ചകളുടെയും വേദിയായി. പുസ്തകക്കച്ചവടം നടക്കുന്നതോടൊപ്പം തന്നെ മറ്റ് പലതരം വിനോദങ്ങളിൽ എന്ന് പറയുകയാണ് ശരി, ബഷീർ ഏർപ്പെട്ടിരുന്നു. ഏറ്റവും വലിയ വിനോദം സുഹൃത്തുക്കളെ സമ്പാദിക്കുക, അവരുമായി സമയം ചെലവഴിക്കുക എന്നുള്ളതാണ്. സൗഹൃദങ്ങളുടെ പട്ടികയിൽ രാഷ്ട്രീയക്കാരും സിനിമക്കാരും സാഹിത്യകാരന്മാരും മുതൽ സാധാരണക്കാർ വരെ കണ്ണിചേർന്നു. TV തോമസ്, ജോസഫ് മുണ്ടശ്ശേരി, PK ബാലകൃഷ്ണൻ, രാമു കാര്യാട്ട്, പോഞ്ഞിക്കര റാഫി, അങ്ങനെ നീണ്ടു ചങ്ങാതിമാരുടെ നിര. വൈക്കം സത്യാഗ്രഹമടക്കമുള്ള സ്വാതന്ത്ര്യസമര പോരാട്ടങ്ങളിൽ ബഷീർ പങ്കാളിയായതും ഈ കാലത്താണ്. പാത്തുമ്മയുടെ ആടടക്കം പല വിഖ്യാത കൃതികളും പിറന്നതും ഈ മണ്ണിൽ. ഇവിടെ താമസിക്കുന്ന കാലത്താണ് അദ്ദേഹത്തിൻ്റെ പാത്തുമ്മയുടെ ആട് എഴുതിയത്. അത് സർഗാത്മകമായ ധന്യത നേടുന്നതിന് അദ്ദേഹത്തിന് പ്രാപ്തനാക്കിയ ഒരു കാലം കൂടിയാണ്. ഭൂമി മലയാളത്തിന്റെ ആകെ സുൽത്താനായി വാഴുമ്പോഴും നടന്നുപോയ ഈ വഴികളെ അദ്ദേഹം മറന്നില്ല. ജസ്റ്റിന തോമസ്, ഇന്ത്യ വിഷൻ, കൊച്ചി.